ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു കല്യാണമുണ്ട്, അപ്പോൾ ആ കല്യാണത്തിന് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ട് എല്ലാ പരിപാടികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അതായത് ചായക്കടി ഉണ്ടാക്കുന്നത് ദോശ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചുട്ട് തീരണമെങ്കിൽ ഏകദേശം സമയം. അപ്പോൾ ആ ഇഡലിമ്മലും ദോശമ്മലും അങ്ങനെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് എണീറ്റ് പോന്നിട്ട് ചോറൊക്കെ ആക്കി പിന്നെ ചായക്കടിയൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ എണീറ്റ് പോകുന്നു. രാജുവേട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഞാനിതാ ചായയൊക്കെ ഉണ്ടാക്കി ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇടൽ ഏകദേശമൊക്കെ കഴിയാനായി. അപ്പോൾ രാജേട്ടനെ ഉറങ്ങുകയാണ് കേട്ടോ. ഈ പച്ചക്ക് എണീറ്റിട്ട് ഉറങ്ങുമ്പോൾ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞാനും തന്നെ രാജേട്ടൻ ഉറങ്ങണ കാണുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നീപ്പിക്കാനൊക്കെ നോക്കട്ടോ. നമ്മളിങ്ങനെ ഇവിടെ കിടന്ന് പണിയെടുക്കുക, അവിടെ ഒരാൾ ഉറങ്ങുക, അത് ഭയങ്കര എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ എണീപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ശല്യപ്പെടുത്തുക ഒക്കെ സ്വാഭാവികം. നമുക്ക് അസൂയ കുശുമ്പൊക്കെ തോന്നുമ്പോൾ ഒരാളിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മളവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമാണല്ലോ. അങ്ങനെ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. എന്നാലും കമൻറ്റ് ചെയ്യണവരും സബ്സ്ക്രൈബ് ചെയ്യണവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മളെത്ര വീഡിയോ ഇടാൻ വൈകിയാലും എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ പിന്നെ വീഡിയോ ഇടുന്നത്, ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഉണ്ടാവും. സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് എന്താ അറിയില്ല, കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എത്രത്തോളം വീഡിയോ ഇടാൻ വൈകിയാലും നമ്മളെ വീഡിയോ എന്താ ഇടാത്തതെന്ന് എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വീഡിയോ ഇങ്ങനെ ഒന്നും പറ്റണില്ല, അപ്പോൾ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഞാനിടാം. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം കിട്ടിയാൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ ജോലി. പിന്നെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതവിടെ കിടന്ന് വെന്തോളും. പിന്നെ ഞാനിതാ മാവൊക്കെ നോക്കുകയാണ് കേട്ടോ. അരിയൊക്കെ അരച്ച് വെച്ചൊന്ന് റെഡി ആയിക്കണോ ഇല്ലേ എന്നൊക്കെ നോക്കുകയാണ്. അത് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ നല്ല രീതിയിൽ പൊന്തി വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ. പക്ഷെ എൻ്റേത് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. ശരിയാവലൊക്കെ ഉണ്ട്, അത്രത്തോളമൊന്നും നല്ല രീതിയിലായിട്ടില്ല കേട്ടോ. ഞാൻ അരച്ചതിൻ്റെ എന്തൊക്കെയോ മിസ്റ്റേക്കാണ് തോന്നുന്നുണ്ട്. ശരിയായി കിട്ടില്ല കണ്ടിട്ടോ. ഇതിപ്പോൾ എന്താ ഇഡ്ഡലി എന്താ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലതും ഇപ്പോൾ റെഡി ആയി കിട്ടണമെന്നില്ലല്ലോ. ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞ് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഇഡ്ഡലി ചെമ്പൊക്കെ ഞാൻ ഇപ്പുറത്തെ അടുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവിയിൽ കിടന്നിങ്ങനെ വെന്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ദോശ പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയൊക്കെ ഒന്ന് ചട്ടി കാക്കി ഒന്ന് പരത്തി കൊടുക്കണുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഈ നീളത്തിനില്ല ദോശയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ നല്ല കട്ടി കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രം ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇഡ്ഡലി ചുട്ടിട്ട് ഞാൻ പോയി കുളിക്കുക ചെയ്തത്. കുളി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരു എനർജി പോലെയൊക്കെ തോന്നില്ലേ. സത്യം പറഞ്ഞാൽ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. ശീലിച്ച് വന്നവർക്ക് അതങ്ങനെ തന്നെ കൊണ്ടുപോകണതാവും ഇഷ്ടം. പക്ഷേ ഞാൻ അധികവും അങ്ങനെ കുളിച്ചിട്ടൊന്നല്ല കേട്ടോ അടുക്കളയിൽ കയറി. എന്നോട് ചോദിച്ചതെന്ന് കമൻറ്റിൽ ചോദിച്ചതെന്ന് കുളിച്ചിട്ട് നല്ല അടുക്കളയിൽ കയറൽ, കുളിച്ചിട്ടൊന്നല്ല കേട്ടോ അടുക്കളയിൽ കയറൽ. ഞാൻ കമ്പനിയുള്ള ദിവസമാണെങ്കിൽ ചില ദിവസമൊക്കെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടാവും. എങ്ങനെ രാവിലെ നീക്കണതിനനുസരിച്ചിട്ട് കുളിയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം വൈകിയാണ് നീക്കണമെങ്കിൽ നേരത്തെ കുളിക്കും, അല്ലാതെ നേരത്തെ നീക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ പാചകമൊക്കെ കഴിഞ്ഞിട്ടില്ലേ കുളി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ എന്നും കുളിച്ചിട്ടൊന്നല്ല അടുക്കളയിൽ കയറൽ. സമയത്തിനനുസരിച്ചിട്ട് അങ്ങനെ കുളി അങ്ങനെ വൈകും, ചിലപ്പോൾ നേരത്തെയും. അങ്ങനെ ദോശ അവിടെ ചുടുന്നുണ്ട്. പിന്നെ അവിടെ ക്യാബേജൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഈ അരച്ചത് മാവ് ഇതിങ്ങനെ ആക്കിയതാണെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ ചൂട്
കളറൊക്കെ മാറാൻ വേഗമുണ്ടല്ലോ. അപ്പം ഞാൻ ക്യാബേജും പാത്രവും കത്തിയൊക്കെ കൊണ്ടിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടോ. പിന്നെ അവിടെ നന്നാക്കി. പിന്നെ അവിടെ നിന്ന് നന്നാക്കലും ദോശ ചൂടലും എല്ലാതും ഒപ്പം കൊണ്ടാകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തീയൊക്കെ ഒന്ന് ചെറുതായിട്ട് കത്തിച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഒരു കല്യാണമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കല്യാണമുണ്ട്, കമ്പനിത്തെ ചേച്ചീൻ്റെ മോളെ കല്യാണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. ഞാനതാ ദോശയൊക്കെ അങ്ങനെ ചുട്ടുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവില്ല എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനതാ ദോശയൊക്കെ ഒന്ന് വെന്ത് വന്നത് ഞാനതാ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അതാ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ട് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് അങ്ങനെ പകുതി ജോലികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കുമ്പോഴത്തേന് വേറെ സൈഡിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പം ഞാനും ചട്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്യാബേജൊക്കെ ഒന്ന് ഉണ്ടാക്കി അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതാ എണ്ണയൊക്കെ തീർന്നിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ അവിടെ ആക്കി വെക്കാനുണ്ട് കേട്ടോ. അത് കുപ്പിയിലാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത് ഞാൻ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ മീനൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. മീനും ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കറി എടുത്ത് തരണം ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ ഒന്ന് കവർന്ന് പച്ചക്കറി കൊട്ടയൊക്കെ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് സാമ്പാർ പൊടി ആക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. കുപ്പിയിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ പൊടികളൊക്കെ ആക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ പാത്രം കഴുകലൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു റെഡിയാക്കി പറഞ്ഞാൽ നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട് കഴുകാനുള്ളതൊക്കെ. അങ്ങനെ ചട്നിക്കുള്ളതൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചിട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി മാറ്റി ഒരുങ്ങിയിട്ട് നമ്മൾ കല്യാണത്തിന് പോവുകയാണ് ചെയ്തത്. കല്യാണത്തിന് പോണത് ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കല്യാണത്തിന് പോണതേ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ വീടിൻ്റെ അടുത്തത്തെ ഒരു ചേച്ചീൻ്റെ ഒപ്പം കേട്ടോ പോയത്. ചട്നിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ ഓണാക്കിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അതാണ് പകുതി മുഖം കാണുന്നത്. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കിയത് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോണത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അധികവും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അമ്മേൻ്റെ വീടിൻ്റെ അവിടെ വരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട് ഇവിടെ എടുത്താണ്. അപ്പോൾ രാജേട്ടൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് പോയാൽ മതി എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ. അപ്പോൾ ആ ചേച്ചീനെ കാത്തു നിന്നപ്പോൾ ഞാൻ അവിടെ പാടത്ത് കുറേ നേരം കാത്തു നിന്നിട്ടോ. അപ്പോൾ എൻ്റെ വലിയമ്മ അടുത്ത വീഡിയോ ആണ് കേട്ടോ. അതൊക്കെ കുറേ നേരം ഞാനവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. താങ്ക് യു.